2025-26 സീസൺ യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മെയ് 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ ബുസ്കസ് അറീനയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ സീസണിലൊരു വിലയിരുത്തലും ഫൈനലിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ കൊളീഗ് ഹരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹരി ഈ സീസണിൻ്റെ ഒരു വിലയിരുത്തലും അതിനു മുന്നേ തന്നെ ഫൈനലിലെ ഒരു പ്രഡിക്ഷൻ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്? UCL ഫൈനലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ടീമും ഏറ്റവും ബെസ്റ്റ് ഡിഫെൻസീവ് അല്ലെങ്കിൽ ഒരു കൺട്രോളുള്ള ടീമും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതായത് ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ടീം PSG-യും ഡിഫെൻസീവ് അല്ലെങ്കിൽ കൺട്രോളുള്ള ടീം ആഴ്സണലും. ഇതിൽ സ്റ്റാറ്റ്സ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ PSG ആണ് ഈ UCL ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത്. 44 ഗോള് 16 മാച്ചസ് നിന്ന്. കാരണം ആഴ്സണലിനെക്കാളും ഒരു 2 മാച്ച് എക്സ്ട്രാ PSG കളിച്ചിട്ടുണ്ട്. കാരണം അവർ പ്ലേ ഓഫിലും ഉണ്ടായിരുന്നു. ആഴ്സണലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ വെറും 6 ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ മാത്രമല്ല 9 ക്ലീൻ ഷീറ്റ്സും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ അല്ലെങ്കിൽ UCL ക്യാമ്പയിനിൽ അവർ അൺബീറ്റണാണ്. അവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. ഡ്രോസ് ഒക്കെ അതെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു മൊമെന്റം കീപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. കാരണം അവരിപ്പോൾ നിലവിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയി. അപ്പോൾ എല്ലാവരുടെ ഒരു എക്സ്പെക്ടേഷൻ, എല്ലാവരുടെയും പറയുന്നത് ഉറപ്പായിട്ടും UCL കപ്പ് PSG തന്നെയാണ് ഉയർത്തുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെതായ റീസൺസ് ഉണ്ട്. കാരണം ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ടീം, സൂപ്പർ സ്റ്റാർസ് നിറഞ്ഞൊരു ടീം, ലൂയിസ് എൻറിക്കെ പോലൊരു മാനേജർ. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ഏകദേശം PSG എടുക്കുന്ന തന്നെയാണ്. പക്ഷേ അവർ നിലവിലെ ചാമ്പ്യന്മാരുമാണ്. അതെ. പക്ഷെ എന്നിരുന്നാലും ആഴ്സണലിനെ അങ്ങനെ തള്ളിക്കളയണ്ട. പലർക്കും ആഴ്സണലിനോട് ഒരു പുച്ഛമുണ്ട്. PSG വേണമെങ്കിൽ ആഴ്സണലിനെ അങ്ങനെ ഒറ്റയടിക്ക് 5-6 ഗോൾ അടിച്ച് തോൽപ്പിക്കുന്നൊക്കെ പലരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സെമിയിൽ കണ്ടത് അത് തന്നെയായിരുന്നു ബയണായിട്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു മൊത്തം UCL വിശകലനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ മാച്ചിലേക്ക് വരാം. പക്ഷെ എന്നിരുന്നാലും ആഴ്സണലിന്റെ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞ പോലെ വേൾഡിൽ തന്നെ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ പലരും പറയും പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഡിഫൻസീവ് ടീം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഉള്ള ടീം എന്ന്. പക്ഷേ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് സെറ്റപ്പ് ഉള്ള ടീമാണ് ആഴ്സണൽ. അതിൽ പ്രത്യേകിച്ച് ആ സെന്റർ ബാക്ക് ഡുവോ സലീബ ഗബ്രിയൽ ആ ഒരു തകർക്കാൻ പറ്റാത്ത ഒരു മതിലാണ്. അവരെ കടന്ന് റായയിലേക്ക് എത്തുക എന്ന് വരുമ്പോൾ റായും മികച്ച ഒരു ഗോൾ കീപ്പർ വരെ. അപ്പോൾ അത്രയും ഡിഫൻസീവ് കൺട്രോൾ ഉള്ള ഭയങ്കര പ്രാഗ്മാറ്റിക് അപ്രോച്ചുള്ള കഴിയുന്നതും പലരും കുറ്റം പറഞ്ഞതും പക്ഷേ അവർക്ക് അത് ഗുണമായിട്ട് ഭവിച്ചതായിട്ടുള്ള സെറ്റ് പീസസിൽ റിലേ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലെല്ലാത്തിലും അവർ ബെസ്റ്റാണ്. ആഴ്സണലിലേക്ക് വരുമ്പോൾ ഇവർ PSG-യുടെ അറ്റാക്കിനെ അവർക്ക് തടഞ്ഞു നിർത്താനായാൽ അവർക്ക് കിട്ടുന്ന പ്രാഗ്മാറ്റിക് അപ്രോച്ച്, അതായത് അവർക്കൊരു അവസരം കിട്ടുമ്പോൾ അത് മുതലെടുക്കുക എന്നുള്ള ആ ഒരു അപ്രോച്ച്, അവർക്കൊരു സെറ്റ് പീസോ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ബ്രേക്കിൽ അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഒരു ഗോൾ അടിക്കുക എന്നൊക്കെ ചെയ്താൽ അതിനെ മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ആഴ്സണലിന് കഴിഞ്ഞേക്കും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ 1-2 ഗോളുകൾക്ക്, അതായത് 1-0 2-0 എന്നുള്ള നിലയിൽ ആഴ്സണലിന് ജയിക്കാം. പക്ഷെ അതേസമയം PSG ജയിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 ഗോള് അടിച്ച് ജയിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് PSG മാത്രം ജയിക്കും അല്ലെങ്കിൽ ആഴ്സണൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പറയുന്നതിന് എനിക്ക് കുറച്ചതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ PSG-യിൽ നോട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റാക്ക് തന്നെയാണ്, അറ്റാക്കും മിഡ്ഫീൽഡും. പിന്നെ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം വെച്ചാൽ വേൾഡ്സ് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഉള്ളത് PSG-യിലാണെന്ന് പറഞ്ഞാൽ അതിനെ ആർഗ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ന്യൂനോ മെൻഡസും അഷ്റഫ് ഹക്കീമി. അതിനൊപ്പം തന്നെ മികച്ചൊരു മിഡ്ഫീൽഡും അവർക്കുണ്ട്. വിറ്റീഞ്ഞ, ഷാവോ നെവസ്, അവരൊക്കെ എന്താ പറയുക ലൈഫിൽ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന. ക്വാരറ്റ്സ്കേലിയ ലെഫ്റ്റ് വിങ് ആണ് കളിക്കുന്നത്. അപ്പോൾ പക്ഷേ ക്വാരറ്റ്സ്കേലിയ എനിക്ക് തോന്നുന്നു ഡെംബലേനേക്കാൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്ന ക്വാരറ്റ്സ്കേലിയാണ്. അപ്പോൾ അടുത്തൊരു ബാലൻഡിയോ ഡിസ്കഷനിൽ ആക്ച്വലി ഡെംബലേക്ക് കൊടുക്കാതെ ക്വാരറ്റ്സ്കേലിക്ക് കൊടുക്കണം പറഞ്ഞാൽ ഓൾറെഡി ഒരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഡെംബലയുടെ PR ക്വാരറ്റ്സ്കേലിക്ക് ഇല്ലാത്തതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ബാലൻഡിയോയിൽ PR-ന്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ടല്ലോ. ഫ്രാൻസിലും ജോർജിയയിലും കളിക്കണതിന്റെ ഉള്ളൊരു അതുണ്ട്. പക്ഷേ കിച്ച ക്വാരറ്റ്സ്കേലിയ ഒരുമാതിരി സീസണാണ് ഈ സീസണിൽ. അത്രയും മികച്ച പ്ലേ, എസ്പെഷ്യലി ആ ബയന്റെ കൂടെയുള്ള നമുക്ക് എന്താ പറയുക ഒരു അർജന്റീന ഫ്രാൻസ് വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഇത്രയും മികച്ച ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ഒരു എന്താ പറയുക എൻഡ് ടു എൻഡ് എന്ന് പറയാൻ പറ്റുന്നായിരുന്നു ഫസ്റ്റ് ലെഗ് കേട്ടോ. അതെ, സെക്കൻഡ് ലെഗ് പോരെ. സെക്കൻഡ് ലെഗ് എന്താ വെച്ചാൽ PSG ഒരു ഗോൾ കിട്ടിയതിന് ശേഷം അവർ കുറച്ച് ഡിഫൻസീവിലേക്ക് മാറി. ലൂയിസ് എൻറിക്കെ അവിടെ വീണ്ടും ഒരു കാര്യം കാണിച്ചു തരുന്നത്, അതായത് എനിക്ക് അറ്റാക്കിംഗ് മാത്രമല്ല കൺട്രോൾ ചെയ്ത് ഡിഫൻസീവായിട്ട് കളിക്കാനും അറിയാമെന്നും എൻട്രിക്കെ കാണിക്കേണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ലെഗ് 1 ഫാബിയൻ റൂയിസിനെയൊക്കെ അവസാനം എന്താ പറയുക ഗെയിം കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഫാബിയൻ റൂയിസിനെയൊക്കെ ഇറക്കി വിടുന്നത്. പക്ഷേ സെക്കൻഡ് ലെഗിൽ ആദ്യം തന്നെ ഫാബിയൻ റൂയിസ് ഒക്കെ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കൺട്രോളുള്ള കളിയാണ് അവർ ബയണിൽ പോയിട്ട് അലയൻസ് അരീനയിൽ പോയിട്ട് PSG കളിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കോച്ചും അത്രയും വേൾഡ് ക്ലാസ് മാനേജറാണ് അപ്പുറത്തുള്ളത്. പക്ഷെ അതേസമയം ആർട്ടേറ്റയുടെ എന്താ പറയുക ടാക്ടിക്സ് എല്ലാം വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രീമിയർ ലീഗിൽ കാണാൻ പറ്റും. ഒരു സമയത്ത് ക്വാഡ്രൂപ്പിൾ ഡിസ്കഷനിൽ വരെ ഉണ്ടായതാണ്. അതായത് അവർക്ക് കാരബാവും കിട്ടും, FA കപ്പ് കിട്ടും, പ്രീമിയർ ലീഗ് ഇതെല്ലാം വന്നാണ്. പക്ഷേ 2 കപ്പുകൾ പോയി, 2ഉം സിറ്റി കൊണ്ടുപോയി. പക്ഷേ പ്രീമിയർ ലീഗ് അവർക്ക് ഉയർത്താനായി. അതെ, അവർക്ക് ഇതുവരെ യൂറോപ്യൻ കപ്പ് നേടാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങാനും ഇത് UCL കൂടെ ജയിക്കാൻ കഴിഞ്ഞ ആർട്ടേറ്റയ്ക്ക് ആഴ്സണലിന് മറ്റൊരു ചരിത്രം കൂടെ
രചിക്കാൻ പറ്റും. പിന്നെ ഈ മൊത്തം ഈ സീസണിലെ UCL ക്യാമ്പയിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടീമുകളുടെ പ്രകടനമായിരിക്കും കുറച്ചുകൂടി, അതായത് എക്സ്പെക്ടേഷൻ ഇതിലും കൂടുതലും അത് കുറവായിട്ട് വന്നത് ഏതായിരിക്കും തോന്നുക? എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി നമുക്കുള്ളിൽ സംസാരിച്ചു, അതായത് ബോഡോ ഗ്ലിംറ്റ് നോർവീജിയൻ വന്നിട്ടുള്ളൂ. എക്സ്പെക്ട് ചെയ്യാതെ നല്ല മത്സരം കാഴ്ചവെച്ച ടീമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എക്സ്പെക്ട് ചെയ്തിട്ട് മോശമായി പോയ ഒന്ന് രണ്ട് ടീം, ഒന്ന് പ്രധാനമായിട്ട് ഒന്ന് ലിവർപൂളാണ്, പിന്നെ ഒന്ന് റയൽ മാഡ്രിഡ്. ഇപ്പോൾ 2005 ഉണ്ടായിരുന്ന ക്യാമ്പയിനിൽ ലിവർപൂൾ പ്രീമിയർ ലീഗിൽ അത്ര നല്ല ക്യാമ്പയിൻ ആയിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും UCL അവർ ജയിക്കുന്നുണ്ടായി. അപ്പം അത്തരത്തിലൊരു ഹിസ്റ്ററി ഇത്തവണ റിപ്പീറ്റ് ആവും. കാരണം പ്രീമിയർ ലീഗിൽ വലിയ പെർഫോമൻസ് ഇല്ലാത്ത സമയത്ത് പക്ഷേ UCL എല്ലാ കളിയും എങ്ങനെയൊക്കെയോ ജയിച്ചു പോയപ്പോൾ ചിലപ്പോൾ UCL ഫൈനൽ വരെ എത്തിയേക്കാം. അതായത് ഒന്ന് രണ്ട് പെർഫോമൻസസ്, പ്രത്യേകിച്ച് ഡൊമിനിക് സോബോസ്ലെ ഈ സീസണിൽ മൂപ്പൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് നിലവിൽ ഇതുവരെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ എങ്ങനെയെങ്കിലും ജയിച്ചു വരാം ലക്കിലി എന്നൊക്കെ പറഞ്ഞൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ടുവേഴ്സ് ദി എൻഡ് PSG അവരെ തൂക്കി പുറത്തിട്ടതോടെ അതും പോയി. അതേപോലെ റയൽ മാഡ്രിഡിൽ ഷാബി അലോൻസോ വന്നു. അവിടെ വലിയൊരു ഹിസ്റ്ററി ആയിരിക്കും, കാരണം ഒരു റയൽ മാഡ്രിഡ് ലെജൻഡാണ്. തിരിച്ച് റയൽ മാഡ്രിഡിലേക്ക് എത്തി, എന്തെങ്കിലുമൊക്കെ വിൻ ചെയ്യുമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മോശമില്ലാതെ പോകുമായിരുന്നു. ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ, പല ന്യൂസും റൂമേഴ്സൊക്കെ നമ്മൾ കേട്ടിരുന്നെങ്കിലും അൾട്ടിമേറ്റ്ലി ഷാബി അലോൻസോ അതിനൊക്കെ ഓവർകം ചെയ്ത് റയലിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുന്ന വിചാരിച്ച. പക്ഷേ അദ്ദേഹത്തിന് സീസൺ കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ സാക്ക് ചെയ്യേണ്ടി വന്നു, അദ്ദേഹം പോയി. അതിനുശേഷം വന്ന ആർബെലോവ, അദ്ദേഹം ഗഗൻ പ്രസിംഗ് ഒക്കെയാണ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് ഇന്ററിം കോച്ചായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ ഒരു പെർമനന്റ് സൈനിങ് പോലെ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം പോവാണ്. ഇപ്പോൾ ഹൊസെ മൊറിഞ്ഞോ വരാൻ പോവാണ്. ടീമിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കളിക്കാരന്റെ ഈഗോ കൺട്രോൾ ചെയ്യാൻ ഈ മാനേജേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് പോകേണ്ടി വന്നു. അപ്പൊ ആ ഈഗോനെ കൺട്രോൾ ചെയ്യാനും കൂടിയാണ് ഹൊസെ മൊറിഞ്ഞോനെ പോലുള്ള ഒരു മാനേജർ വരുന്നത്. അപ്പൊ ഈ രണ്ട് ടീമുകളാണ് എന്താ പറയുക, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരുന്നത്. PSG ഇനീഷ്യലി തോറ്റ് ഡ്രോ അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് പ്ലേ ഓഫിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ അങ്ങനെയായിരുന്നു. തുടക്കം PSG ഇത്തിരി മെല്ലെ തുടങ്ങുള്ളൂ. പക്ഷെ പിന്നെ ആ ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരൊരു പോക്ക് അങ്ങോട്ട് പോകും. ബോഡോ ഗ്ലിംറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു, നോർവീജിയൻ ലീഗിൽ കളിക്കുന്നത്. നോർവീജിയയിലെ എലീറ്റ് സീരിയനിൽ കളിക്കുന്ന ഇതുണ്ടായിരുന്നു. അവർ റൗണ്ട് ഓഫ് 16 വരെ കയറി. അവരായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഫുൾ ക്യാമ്പയിനിൽ ഏറ്റവും അണ്ടർ റേറ്റഡ്, അല്ലെങ്കിൽ ഡാർക്ക് ഹോഴ്സസ് എന്ന് പറയുന്ന. എനിക്ക് തോന്നുന്നു എല്ലാവരും ഞെട്ടിച്ചൊരു. അതെ അതെ അതെ. റൗണ്ട് ഓഫ് 16 അവർ പുറത്താവുന്നത്. സ്പോർട്ടിംഗ് ആണ് അവർ അതും സെക്കൻഡ് ലെഗിലാണ് പുറത്താക്കുന്നത്. ഫസ്റ്റ് ലെഗിൽ അവർ 3-0 ജയിച്ചു. സെക്കൻഡ് ലെഗിൽ 5 ഗോൾ തിരിച്ചടിച്ച് 5-3 എന്നുള്ളതിനകത്താണ് അവർ പുറത്താകുന്നത്. പിന്നെ അതിന് മുമ്പ് ഒരു ക്വാളിഫയേഴ്സിൽ ഇന്ററിനെയാണ് പൊട്ടിച്ചു. അതായത് 3-1, 2-1 എന്നുള്ള സ്കോറിൽ, മൊത്തത്തിൽ 5-2 എന്നുള്ള സ്കോറിൽ അവർ ഇന്ററിനെ പൊട്ടിച്ചു. അതിന് മുമ്പ് മാച്ച് ഡേ 8 അവർ അത്ലറ്റിക്കോനെ പൊട്ടിച്ചു. അതിനു മുമ്പ് സിറ്റിയെ പൊട്ടിച്ചു. അപ്പോൾ അത്രയും യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകളെ തോൽപ്പിച്ചിട്ടാണ് അവർ റൗണ്ട് ഓഫ് 16 വരെ വന്നത് എന്നുള്ളൊരു. നോർവേ എന്നുള്ള ഒരു ചെറിയ ടീം, എനിക്ക് തോന്നുന്നു അവരുടെ ടേബിളിൽ 3-ാം സ്ഥാനത്തുള്ള ഒരു ടീം ഇത്രയും വലിയ പേരുകളെ തോൽപ്പിക്കുക എന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം തന്നെയായിരുന്നു. അതിൽ പിന്നെ അവർ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 6 മാച്ചിൽ ഒരു ജയം പോലും അവർക്ക് ഉണ്ടായില്ല. 4 ഡ്രോയും 2 തോൽവിയായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ അവർ നേരെ സിറ്റിയെ ഫേസ് ചെയ്യാൻ വരുന്നത് മാച്ച് ഡേ 7. അതപ്പോൾ സിറ്റി ആയിട്ടുള്ള മാച്ചിൽ ഫസ്റ്റ് ഹാഫിന് 45-ാം മിനിറ്റിൽ തന്നെയാണ് 1 മിനിറ്റിൽ 2 ഗോൾ അടിച്ച് 2-0 ആദ്യം മുന്നേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 90 മിനിറ്റിൽ സിറ്റി ഒരെണ്ണം കൂടി അടിച്ചു. അത് തന്നെ വീണ്ടും അപ്പോൾ തന്നെ ഒരു കൗണ്ടർ ഗോൾ ആ മിനിറ്റിൽ തന്നെ കൊടുത്ത്, അങ്ങനെ ഒരു സെൻസേഷണൽ ആയിട്ട് വന്ന ഒരു ടീമാണ് ബോഡോ ഗ്ലിംറ്റ് എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബോഡോ ഗ്ലിംറ്റ് അങ്ങനെ പ്രതീക്ഷിക്കാതെ വലിയൊരു സ്പെക്ടക്കിൾ കാഴ്ചവെച്ച ഒരു ടീമായിരുന്നു. അതേപോലെ എത്ര എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും തെറ്റില്ലാത്ത മത്സരം തന്നെയായിരുന്നു ബാഴ്സയൊക്കെ കാഴ്ചവെച്ചത്. പക്ഷേ ബാഴ്സ അത്ലറ്റിക്കോന്റെ കൂടെ മത്സരിച്ച് പുറത്താവുകയും ചെയ്തു ക്വാർട്ടർ ഫൈനലിൽ. അങ്ങനെ അത്ലറ്റിക്കോ സെമിയിലേക്ക് വന്നു. സെമിയിൽ അത്ലറ്റിക്കോ ആഴ്സണലും തമ്മിൽ മത്സരം നടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൂടാതെ മറ്റ് നോട്ടീസബിൾ ആയിട്ടുള്ള ടീംസ് ഏതൊക്കെയാണ്? വേറെ സ്പെയിനിൽ നിന്ന് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു VRL, അവർ ഒരു മാച്ച് പോലും 0 വിന്നാണ് ഈ സീസണിൽ. 8 കളിയിൽ ഗെയിം വീക്കിൽ 8 കളിയിൽ ഒരു ഡ്രോ മാത്രമേ ഉണ്ടായുള്ളൂ. അവർ 24th 23rd ആയിട്ടാണ് അവർ പുറത്താകുന്നത്. പിന്നെ അയാക്സിൽ 2 മത്സരം ജയിക്കാനായിട്ടുള്ളവർക്ക് 6 തോൽവി ഉണ്ടായി. സീരിയയിൽ അവർ സെക്കൻഡ് നിൽക്കുന്ന നാപ്പോളിക്കും 2 മത്സരം ജയിച്ചു, 2 മത്സരം ഡ്രോ ആയി, 4 തോൽവി. അവരും ക്വാളിഫയേഴ്സ് പോലും ഒരു കളിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഈ ഒരു 3 ടീമുകൾ. പിന്നെ ബാക്കി ഇപ്രാവശ്യം ഈ 32 എന്നുള്ളത് കൂട്ടിയല്ലോ, അതിൻ്റെ 2ാമത്തെ സീസണാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാളിഫയേഴ്സ് പോലും കളിക്കാണ്ട് പോയ ടീമുകൾ ഇവർ 3 പേരുമാണ് പ്രധാനപ്പെട്ട പേരുകൾ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സീസണിൽ നമുക്കൊരു ടീം ഓഫ് ദ സീസൺ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ
അതായത് UCL വെച്ച് UCL ഈ സീസണിന്റെ. അതെ, നമുക്കൊരു 4-3-3 ഫോർമേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോളിയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കൂട്ടുവാക്കി കൊടുത്തേ പറ്റും. കാരണം അത്രയും നല്ല നമ്പേഴ്സ്. ഇപ്പോൾ ഏറ്റവും ഡിഫൻസീവ് ബെസ്റ്റ് ആഴ്സണൽ ആണെന്ന് ഉണ്ട്. ഇപ്പൊ ഗോൾ കീപ്പർ വേണമെങ്കിൽ നമുക്ക് റായ്ക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ സെന്റർ ബാക്ക് പെയറിങ്ങിനെ താണ്ടിയിട്ട് ബോളുകൾ വരുന്നത് ഭയങ്കര കുറവാണ്. റായ്ക്ക് അത്രയും കൂടുതൽ സേവ്സ് നടത്തേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയില്ല എനിക്ക് തോന്നുന്നു ബോഡോ ഗ്ലിംറ്റിന്റെ ഗോളിയാണ്, ഓണറബിൾ മെൻഷൻ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ഗെയിംസിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ പേരിൽ കൂട്ടുവാക്ക് കൊടുത്തേ പറ്റും. അപ്പൊ അതിന്റെ നമ്പേഴ്സ് അതിൽ 56 സേവുകളാണ്. അതായത് റയലിനെ മൊത്തം നോക്കുകയാണെങ്കിൽ 76 സേവോളം ഉണ്ട് റയൽ ടീമിന്. അത് ലൂനിനും കളിച്ചിട്ടുണ്ട്, തിബോയും കളിച്ചിട്ടുണ്ട്. അപ്പോൾ തിബോ കളിക്കുമ്പോൾ 56 സേവുകളാണ്, അതും 11 മാച്ചിൽ നിന്ന്. 11 മാച്ചിൽ നിന്ന് 56 സേവ് എന്നുള്ളത് വലിയൊരു സ്റ്റാറ്റ് തന്നെയാണ്. കാരണം ഇത്രയും ഒരു ഡിഫെൻസീവിൽ റയൽ ഇപ്പോൾ അത്ര നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡോ ഗ്ലിംറ്റിൻ്റെ ഗോൾ കീപ്പർ ഹൈക്കിനാണെന്നുണ്ടെങ്കിലും 68 സേവുകൾ നടത്തിയിട്ടുണ്ട്. സ്റ്റാറ്റ് നോക്കുമ്പോൾ ഹൈക്കിനാണ് കൂടുന്നുണ്ടെങ്കിലും 22 ഗോളാണ് കൺസിഡർ ചെയ്തേക്കണേ. ആ ഒരു സ്ഥലത്താണ് 11 ഗോൾ മാത്രമേ ഈ ഒരു ഇത്രയും നോട്ട് സോ ഗുഡ് ഡിഫൻസ് വെച്ച് തിബോ നടത്തിയേക്കണേ. അപ്പൊ തിബോന് ഇത്രയെങ്കിലും വലിയൊരു കാരണം തിബോ തന്നെയാണ്. അതെ, ഡിഫൻസ് സെന്റർ ബാക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡുവോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സലീബ ഗബ്രിയേൽ ആഴ്സണലിൽ നിന്നുള്ള അവർക്ക് അത് കൊടുത്തേ പറ്റൂ. കാരണം ഈ ആഴ്സണലിന്റെ ഈ ഒരു വിജയത്തിൽ ഏറ്റവും എന്താ പറയുക ഒരു സ്ട്രോങ്ങസ്റ്റ് പില്ലർ ഇവർ രണ്ടുപേരാണ്. ലെഫ്റ്റ് ബാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കറന്റ് വേൾഡ്സ് ബെസ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡസ്, റൈറ്റ് ബാക്ക് അഷ്റഫ് ഹക്കീമി. ഈ ഒരു ഡിഫൻസ് ആണ് ഇപ്പോൾ ഫൈനലിൽ കളിക്കുന്നത്. അതെ, ഏറ്റവും ബെസ്റ്റ് സെന്റർ ബാക്ക് പെയറിങ്സും അതേപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പെയറിങ്ങും തമ്മിലാണ് നേരിടാൻ പോകുന്നത്. അതേസമയം മിഡ്ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ PSG വിറ്റീഞ്ഞ അത് എടുത്തു പറയേണ്ട ഒരു പേരാണ്. അതേപോലെ ഷാവോ നെവസ്. പിന്നെ നമുക്ക് മിഡിലേക്ക് പറയാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ആഴ്സണലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവർ അത്ര വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണോ കാഴ്ചവെച്ച് അവർ ആ സിസ്റ്റത്തിൽ പെർഫെക്റ്റ് ആണ്. ആഴ്സണലിന്റെ സിസ്റ്റത്തിൽ അവർ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ സൂബിമെൻഡി ആവട്ടെ, ഡെക്ലാൻ റൈസ് ആവട്ടെ, ട്രോസാഡ്, ഒഡേഗാർഡ് ഇവരൊക്കെ ആവട്ടെ അവർ ആ സിസ്റ്റത്തിൽ പെർഫെക്റ്റ് ആയി കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത്ര ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് കാഴ്ചവെച്ചോ ചോദിച്ചാൽ എനിക്ക് അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഫോർവേഡ് കളിക്കുന്ന ഒരാളെ പിടിച്ച് സെൻട്രൽ ഇടാനാണ് ഞാൻ നോക്കുന്നത്. അത് ഡിസൈർ ഡുവേനെയാണ്, PSG എന്നുള്ള ഫ്രഞ്ച് പ്ലെയർ. പിന്നെ നമ്മൾ ഫോർവേഡിലേക്ക് വരുമ്പോൾ അവിടെ ഇതേപോലെ ഒരു ചെറിയ എന്താ പറയുക പൊസിഷനിൽ രണ്ടുപേരെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിലെന്താ വെച്ചാൽ ഡെംബലെ PSG സ്ട്രൈക്കർ പൊസിഷനിലാണ് കളിക്കുന്നത്. പക്ഷേ ഡെംബലെ ഒരു റൈറ്റ് വിങ് ആയിട്ടും കളിക്കലുണ്ട്. അപ്പോൾ റൈറ്റ് വിങ്ങിൽ ഡെംബലെയും ലെഫ്റ്റ് വിങ്ങിൽ ക്വീച്ച ക്വാരഷ്കേലിയനെയാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വീച്ച ക്വാരഷ്കേലിയ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ്, ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സീസണാണ് പുറത്തെടുത്തിരിക്കുന്നത്. ക്വാരഷ്കേലിയയുടെ കാലിൽ ബോൾ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്വാരഷ്കേലിയ ഉറപ്പായിട്ടും ബോക്സിലേക്ക് എത്തിക്കും, എന്തായാലും ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള നമുക്ക് 100% കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ അത്രയും മികച്ച പ്ലെയർ. അപ്പോൾ പലരും ബാലൻഡിയോർ കോൺവെർസേഷനിൽ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ എനിക്കൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബാലൻഡിയോർ ക്വിച്ച ക്വാരഷ്കേലിക്ക് ആയിരിക്കും, ഡെംബലേക്ക് ആയിരിക്കില്ല. മേ ബി ഫൈനലിൽ അമ്മാതിരി പെർഫോമൻസ് ഡെംബലെ പുറത്തെടുത്താൽ പിന്നെ അൺഡൗട്ടഡ്ലി ഡെംബലേക്ക് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്കർ പൊസിഷനാണ്. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ. അതെ, അവിടെ ഈ പറഞ്ഞ പോലെ ഡെംബലേക്ക് വേണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ നമ്മൾ ഡെംബലേനെ റൈറ്റ് വിങ്ങിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടേക്ക് വെച്ചിരിക്കുന്നത് ഹാരി കെയ്നെയാണ്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് കിലിയൻ എംബാപ്പയാണ് റയൽ മാഡ്രിഡിന്റെ 15 ഗോൾ. അതെ, അപ്പൊ അതൊരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണം. പക്ഷെ എന്നിരുന്നാലും ഗോളിന്റെ എണ്ണത്തിനെക്കാട്ടിലും കളിച്ച മത്സരങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് ഒരു വാല്യൂ കൊടുക്കണമല്ലോ. അപ്പൊ ബയേണും PSG ഒക്കെ തമ്മിലുള്ള മത്സരത്തിൽ ഹാരി കെയ്ന്റെ ഒക്കെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ഭയങ്കര എവിഡന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ സ്ട്രൈക്കറായിട്ട് ഹാരി കെയ്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്.